Hi students, good morning all of you. Welcome back to my video class. Today take new lesson, chapter number 6. Parallel lines. Parallel lines. Chapter name, Parallel lines. Its two main topics are parallel lines, parallel division and triangle division. Two main points, triangle division and parallel division. Then what is now explain parallel lines. നിങ്ങൾക്കറിയാം ജോമെട്രിയിലെ പോർഷൻ ആണിത്. ജോമെട്രി മീൻസ് ജിയോ മെട്രോൺ എന്ന 2 ഗ്രീക്ക് വേർഡ്സ് ആണ് ജോമെട്രി ഉണ്ടായത്. ജോമെട്രിയിലെ ബേസിക് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്. ഫസ്റ്റ് ബേസിക് ആണ് പോയിന്റ്. വാട്ട് ഈസ് പോയിന്റ്? പോയിന്റ് ഈസ് എ ഡോട്ട്. What is called? Give a name A. That for this is point. How to read this? Point A. One line or line segment. How many points are there in the line segment or line or ray? 3 parts are. This is the line. Why? Line is extend to direction. It has infinite points. Point 1 point, 2 point, infinite points are joined to get a line. What is a line? Line is a set of points in straight line. It's extend to the end. Extend in 2 direction. There's no definite length. This extend, the foot is not a definite length. It is read denoted by 2 point AB. What? How to denote line? Line AB. How to read this? Line AB. This one portion is cut. Therefore, what is the name? AB. First AB 2 direction extend 2 direction. Therefore, line. അതായത് രണ്ട് ഭാഗത്തേക്കും നീണ്ടു പോവാണ്. ആരോ കാണിക്കുന്നുണ്ടെങ്കിൽ അത് ലൈനാണ്. അതിൽ ഒരു ഭാഗം എൻഡ് പോയിന്റും അതർ സൈഡ് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനെയാണ് എന്ത് പറയാ? റേ. എന്താ പറയാ? റേ. അപ്പൊ ഇത് ലൈൻ ആണെങ്കിൽ ഈ പോയിന്റ് എ ബി എന്ന പോയിന്റ് എന്തായി മാറും? എയും ബിയിലും എ എന്നത് എൻഡ് ചെയ്യാണ്, എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ ഓൺലി 1 direction, extend in 1 direction. Therefore, it is called ray. How to read ray? Ray AB is denoted by ray AB. This is the line ray. Then 2 direction also end. This A B. Therefore, it is called line segment. What is the line segment? Line segment എന്ന് പറഞ്ഞാൽ രണ്ട് ഭാഗം എൻഡ് ആയിട്ട് ഇതിനൊരു ഡെഫിനിറ്റ് ലെങ്ത് ഉണ്ടാവും. പക്ഷെ ഇതിന് ഡെഫിനിറ്റ് ലെങ്ത് ഉണ്ടാവോ? ഇല്ല. ഇതിന് ഡെഫിനിറ്റ് ലെങ്ത് ഉണ്ടാവില്ല. കാരണം എന്തുകൊണ്ടാണ്? ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നത് കൊണ്ട്. ഇത് ഒരു ഭാഗം എക്സ്റ്റെൻഡ് ചെയ്യുന്നതുകൊണ്ട് എത്രത്തോളം എക്സ്റ്റെൻഡ് ചെയ്യുന്ന അറിയില്ല. പക്ഷെ ഇത് രണ്ട് ഭാഗം എൻഡ് ആയതുകൊണ്ട് അത് നമുക്ക് കറക്റ്റ് ആയിട്ട് മെഷർ ചെയ്ത് ഇടാം. ഇതിനെയാണ് എന്ത് പറയാം? ലൈൻ സെഗ്മെന്റ്. എന്താ വായിക്കാം? ലൈൻ സെഗ്മെന്റ്. അപ്പൊ 3 പോയിന്റ്സ് ആണ്. പോയിന്റ്സ് ആണ്, ഇൻഫിനിറ്റ് പോയിന്റ്സ് കൊണ്ടാണ് ലൈനും റേയും ലൈൻ സെഗ്മെന്റ് ഉണ്ടാക്കിയത്. പോയിന്റ് എ, റേ, ഇത് ലൈനാണ്. ഒരു ഭാഗം എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല, എൻഡ് ആണെങ്കിൽ ഡെഫിനിറ്റ് ലെങ്ത് അല്ല എങ്കിൽ ഇതിനെ റേ എന്ന് പറയും. ഇത് രണ്ട് ഭാഗം എൻഡ് ആണ്, എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ അതിനെ ലൈൻ സെഗ്മെന്റ് എന്ന് പറയും. ഇവിടെ ലൈൻസിനെ കുറിച്ചാണ് പറയുന്നത്. ഇനി കുറെ ടൈപ്പ് ഓഫ് ലൈൻസ് ഉണ്ട്. അത് നേരെ ഇങ്ങനെയാണെങ്കിൽ ഇതിനെ പറയുന്ന പേരാണെന്ത്? സ്ലീപ്പിംഗ് ലൈൻ അല്ലെങ്കിൽ ഒറിസോണ്ടൽ ലൈൻ എന്ന് പറയും. ഇത് സ്ലീപ്പ് ചെയ്യാണ്, ഇങ്ങനെ കിടക്കില്ലേ? അപ്പൊ സ്ലീപ്പിംഗ് ലൈൻ അല്ലെങ്കിൽ ഒറിസോണ്ടൽ ലൈൻ എന്നാണ് പറയുന്നത്.
ഈ ലൈൻ തന്നെ നേരെ ഇങ്ങനെയാണ് നിൽക്കുന്നതെങ്കിലോ ഈ ലൈനിനെ പറയുന്ന പേരാണിത് സ്റ്റാൻഡിങ് ലൈൻ അല്ലെങ്കിൽ വെർട്ടിക്കൽ ലൈൻ. എഴുതി വെക്കുക. ഇത് നേരെ സ്ട്രേറ്റ് ആയിട്ട് സ്ലീപ്പ് ചെയ്യുന്നുണ്ട്, സ്ലീപ്പിംഗ് ലൈൻ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ. ഇതിനെ എന്താ പറയാ? വെർട്ടിക്കൽ ലൈൻ ഓർ സ്റ്റാൻഡിങ് ലൈൻ എന്ന് പറയും. ഈ ലൈൻ ഇനി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ബെൻഡ് ചെയ്യാം, സ്ലാൻഡ് ചെയ്യാം. അതുകൊണ്ട് ഇതിനെ എന്ത് പറയുന്നു? സ്ലാൻഡിങ് ലൈൻ. എന്താ പറയാ? സ്ലാൻഡ് ചെയ്യാം. ഇത് സ്ലീപ്പിംഗ്, ഇത് സ്റ്റാൻഡിങ്, ഇത് സ്ലാൻഡിങ്. അങ്ങനെ 3 ടൈപ്പ് ഓഫ് ലൈൻസ് തന്നെ ഉണ്ട്. അതായത് നേരെ ഹൊറിസോണ്ടൽ ആയിട്ട് കിടക്കുന്നത്, അതുകൊണ്ട് ഹൊറിസോണ്ടൽ ലൈൻ. വെർട്ടിക്കൽ ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് വെർട്ടിക്കൽ ലൈൻ. ഇതൊന്ന് ചെരിവ് വന്നിട്ടുണ്ട്, അപ്പൊ സ്ലാൻഡ് ചെയ്തതുകൊണ്ട് സ്ലാൻഡിങ് ലൈൻ. എങ്ങനെ ലൈൻസിനെ ഡിഫൈൻ ചെയ്യാം. ഇനി ലൈൻസ് തന്നെ കുറെ ടൈപ്പിൽ ഇന്റർസെക്ട് ചെയ്യാം. ഈ ലൈൻ ഞാൻ എന്ത് ചെയ്തു? ഇങ്ങോട്ട് ഇങ്ങനെ നീട്ടി വെച്ചു. അപ്പൊ 2 ലൈനും കൂടെ മീറ്റ് ചെയ്തു അല്ലെ? മീറ്റ് ചെയ്തത് കൊണ്ട് ഇന്റർസെക്ട് ചെയ്തു എന്നാ പറയാം. മീറ്റ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ഇന്റർസെക്ട്. അതുകൊണ്ട് ഈ ലൈനിനെ ഇന്റർസെക്റ്റിംഗ് ലൈൻ എന്നാണ് പറയാം. എന്താണ് പറയാ? ഇന്റർസെക്റ്റിംഗ് ലൈൻ. അതായത് ലൈൻസ് സ്റ്റാൻഡിങ് ഉണ്ട്, സ്ലീപ്പിംഗ് ഉണ്ട്, സ്ലാൻഡിങ് ഉണ്ട്, അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ഓർ വെർട്ടിക്കൽ ലൈൻസ് ഉണ്ട്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലൈൻസ് ഉണ്ട്. ആ ലൈൻസ് ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മീറ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരാണിത് ഇന്റർസെക്റ്റിംഗ് ലൈൻ. ഇനി മീറ്റ് ചെയ്യാണ്ട് പോകുന്നുണ്ട്, അത് നിങ്ങൾ പഠിച്ചാണ്. ഈ സ്കെയിലിന്റെ 2 എൻഡ് തമ്മിൽ വരച്ചു കഴിഞ്ഞു. ഒരു സ്കെയിൽ എടുക്കുക, 2ന്റെ എൻഡിൽ ലൈൻ വരച്ചാൽ ഇതൊരിക്കലും മീറ്റ് ചെയ്യില്ല, അതെന്ത് ഇങ്ങനെ പോകും. ആ ലൈൻസിനെയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഏതാണ്? പാരലൽ ലൈൻസ്. എന്താണ് ഇതിന്റെ? പാരലൽ ലൈൻസ്. നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ് പാരലൽ ലൈൻസ്. എന്താണ് പാരലൽ ലൈൻസിന്റെ ഡെഫിനിഷൻ? പാരലൽ ലൈൻ എന്ന് പറഞ്ഞാൽ ഡസ് നോട്ട് ഇന്റർസെക്ട് ഈച്ച് അതർ. ഇവിടെ 3 സെന്റിമീറ്റർ ആണ്, ഇവിടെയും 3 ആയിരിക്കും, ഇവിടെയും 3 ആയിരിക്കും. അപ്പൊ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ, അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൈൻസ് ആർ ഈക്വൽ. Therefore, that lines are called parallel lines. Parallel lines. എന്താണ് പാരലൽസ് എന്ന് പറഞ്ഞാൽ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 lines are equal or 2 lines does not intersect each other. This type of lines are called parallel lines. എന്താണ് പാരലൽ എന്ന് പറഞ്ഞാൽ? 2 ലൈൻസ് തമ്മിൽ ഒരിക്കലും മീറ്റ് ചെയ്യാതെ, അതായത് ഇന്റർസെക്ട് ചെയ്യാണ്ട് പോവുകയാണെങ്കിൽ ആ ലൈൻസിനെയാണ് എന്ത് പറയാം? പാരലൽ ലൈൻസ് എന്ന് പറയാം. അതായത് ആ 2 ലൈനിന് ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതാണ് ഇവിടെ നമുക്ക് പഠിക്കാം. ആ ലൈൻസിനെ കുറിച്ചുള്ള ബാക്കി ഇതുവരെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ ഈ പറഞ്ഞ ബേസിക് ഒക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ ചാപ്റ്റർ 6 ആണ് നമ്മൾ പഠിപ്പിക്കുന്നത്. പാരലൽ ലൈൻസ് ആണ്. അതുകൊണ്ട് ഞാൻ ലൈൻസിനെ കുറിച്ച് പറയാൻ വേണ്ടി ആ ജോമെട്രിയിലെ സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങി ഒരു പോയിന്റ് ഇട്ടാൽ, ഒരു ഡോട്ട് ഇട്ടാൽ അതിനെന്ത് പറയും? പോയിന്റ് എന്ന് പറയും. അങ്ങനെ കുറേ പോയിന്റ്സ് ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരയ്ക്കാം? ലൈൻ വരയ്ക്കാം. ആ ലൈനിന്റെ പ്രത്യേകത എന്തായിരിക്കും? 2 ഡയറക്ഷനിലും എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങനെ പോകും. നമുക്ക് മെഷർ കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. ഇതിനെയാണ് എന്ത് പറയാം? ലൈൻ എന്ന് പറയാം. പക്ഷെ ആ ലൈനിന്റെ ഒരു ഭാഗം എൻഡ് ആയി കഴിഞ്ഞു, മറ്റേ എൻഡ് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയാം? റേ എന്ന് പറയാം. 2 ഭാഗം എൻഡ് ചെയ്യുന്നുണ്ട്, നമുക്കത് കറക്റ്റ് മെഷർ ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെയാണ് എന്ത് പറയാം? ലൈൻ സെഗ്മെന്റ് എന്ന് പറയും. ആ 3 ലൈൻസ് ആണ് പഠിക്കുക. ആ ലൈൻസ് തന്നെ അതിൻ്റെ നിൽക്കുന്ന രീതി അനുസരിച്ച് നമ്മൾ പേരിട്ടു. നേരെ സ്ലീപ്പ് ചെയ്ത് കിടക്കുന്നതുകൊണ്ട് സ്ലീപ്പിംഗ് ലൈൻ, അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആയിട്ട് കിടക്കുന്നതുകൊണ്ട് ഹൊറിസോണ്ടൽ ലൈൻ എന്നും, സ്റ്റാൻഡ് ചെയ്ത് നിൽക്കുന്ന ലൈൻ ആയതുകൊണ്ട് അല്ലെങ്കിൽ വെർട്ടിക്കലായിട്ട് നിൽക്കുന്നതുകൊണ്ട് വെർട്ടിക്കൽ ലൈൻ എന്നും പറയും. അത് 3 എഴുതി വെക്കുക. സ്ലീപ്പിംഗ്, ഹൊറിസോണ്ടൽ ലൈൻ, സ്റ്റാൻഡിംഗ് ഓർ വെർട്ടിക്കൽ ലൈൻ. ഇനി ചെരിഞ്ഞ് നിൽക്കാൻ, ഇങ്ങോട്ടല്ലേ ചെരിയുന്നില്ല, ഇങ്ങോട്ടായാലും മതി, എങ്ങനെയെങ്കിലും സ്ലാൻഡ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അതിനെയാണ് പറയാം? സ്ലാൻഡിംഗ് ലൈൻ എന്ന് പറയും. ഇങ്ങനെ ഡിഫറെന്റ് ലൈൻസ് ആണുള്ളത്. ആ ലൈൻസ് 2 ലൈൻസ് എടുത്തു, ഇന്റർസെക്ട് ചെയ്ത് പോയത് കൊണ്ട് ഇതിനെ പറയുന്ന പേരാണ് ഇന്റർസെക്റ്റിംഗ് ലൈൻ എന്ന് പറയും.
ഇന്റർസെക്ട് ചെയ്യാത്ത ലൈൻസ് ആണ് എന്ത് പറയാം, അതിന്റെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലൈൻസ് എപ്പോഴും ഈക്വൽ ആയിട്ട് പോകും. ആ ലൈനെ എന്ത് പറയാം, പാരലൽ ലൈൻസ് എന്ന് പറയാം. അപ്പൊ പാരലൽ ലൈൻസിന്റെ ഡെഫിനിഷൻ എഴുതി വെക്കാം. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ലൈൻസ് ആർ ഈക്വൽ, അല്ലെങ്കിൽ two lines does not intersect each other, that lines are called parallel lines എന്ന് പറയും. 2 ആവണമെന്നില്ല, 3. ഈ ചാപ്റ്റർ നമുക്ക് 3 or more lines ആണ്. എല്ലാം ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യാണ്ട് പോവുകയാണെങ്കിൽ ആ ലൈൻസിനെയാണ് എന്ത് പറയാം, പാരലൽസ്. അപ്പൊ നമുക്ക് പാരലൽ ഡിവിഷനും ട്രയാങ്കിൾ ഡിവിഷനാണ് പഠിക്കേണ്ടത്. അതിൽ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം, പാരലൽ ഡിവിഷൻ എടുക്കാം. അപ്പൊ പാരലൽ ഡിവിഷൻ ആണെങ്കിൽ നമ്മൾ 3 പാരലൽസ് വരച്ചു. അതായത് ഈ ലൈൻ ഇതിനോട് പാരലൽ, ഇതിന്റെ ഡിസ്റ്റൻസ് 2 ആണെന്ന് വിചാരിക്കുക, എല്ലാ ഡിസ്റ്റൻസും 2 ആയിട്ട് വിചാരിക്കുക. ഇവിടുത്തെ ഡിസ്റ്റൻസ് 2 ആയിട്ട് ഞാൻ വരച്ചു. അതിന് ഒരു ലൈൻ ഇന്റർസെക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഇന്റർസെക്റ്റിംഗ് ലൈനാണ്. പാരലൽസിനെ ഇന്റർസെക്ട് ചെയ്യുന്ന ലൈൻ ഒരു പേര് പഠിപ്പിച്ചിരുന്നു, ട്രാൻസ്വേഴ്സൽ ലൈൻ എന്ന് പറയും. ഇതൊരു ട്രാൻസ്വേഴ്സൽ ആണ്. നിങ്ങൾ പഠിച്ചോളുന്നില്ല, ഇന്റർസെക്റ്റിംഗ് ലൈൻ പഠിച്ചാലും മതി. ഇതൊരു ട്രാൻസ്വേഴ്സൽ ലൈനാണ്. അങ്ങനെ ഞാൻ ഫസ്റ്റ് വരച്ച ട്രാൻസ്വേഴ്സൽ ലൈൻ പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരച്ചത്. അപ്പൊ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 2 ആണെങ്കിൽ എല്ലായിടത്തും പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്തായിരിക്കും, 2 ആയിരിക്കും. അതുപോലെ ഇവിടെയും 2 ആയിരിക്കും. ഇതിന്റെ റേഷ്യോ 2:2 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ റേഷ്യോ എന്തായിരിക്കും, ഈക്വലന്റ് ആയിരിക്കും. ചെരിഞ്ഞ് വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ സ്കെയിൽ എടുത്തിട്ട് അളന്ന് നോക്കുകയാണെങ്കിൽ ഒരു 2.3 സെന്റിമീറ്റർ ആണെങ്കിൽ ഇത് എന്തായിരിക്കും, 2.3 സെന്റിമീറ്റർ. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായത് 3 or more ലൈൻസ് കട്ട് എനി 2 ലൈൻ, 2 ലൈനോട് കട്ട് ചെയ്യുകയാണെങ്കിൽ ഇൻ ദ സെയിം റേഷ്യോ ആയിരിക്കും. ഇവിടെ 2:2 1 ആണ് കിട്ടിയെങ്കിൽ 1:1 ആണ് കിട്ടിയത്. 2.3 ആണെങ്കിൽ നിങ്ങൾക്ക് അളന്ന മെഷർമെന്റ് ആണ് കിട്ടുക. എനിക്ക് 2.3 കിട്ടി, 2.3. എന്താ ഞാൻ 2.3 എഴുതിയത്, പെർപെൻഡിക്കുലർ 2 ആണെങ്കിൽ 2-നേക്കാൾ കൂടുതലായിരിക്കും. അപ്പൊ നിങ്ങൾ സ്കെയിൽ വിളിച്ച് അളന്ന് നോക്കുമ്പോൾ ഇവിടെയുള്ള ഡിസ്റ്റൻസും ഇവിടെയുള്ള ഡിസ്റ്റൻസും എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതായത് ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് സെയിം ആയിട്ട് എടുക്കുകയാണെങ്കിൽ, ഈ 2 പാരലൽ ലൈൻസിന്റെ റേഷ്യോ സെയിം ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ റേഷ്യോ എന്തായിരിക്കും, സെയിം ആവും. പിന്നെ ഇവിടെ നിങ്ങൾക്ക് വേറെ 3ഉം ഇവിടെ 2 ആണ് എടുക്കുന്നത് വെച്ചാൽ ഈ കിട്ടുന്ന റേഷ്യോ എന്തായിരിക്കും, 3:2. അപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാണ്. ഇവിടെ 3:2 ആണ് കിട്ടുന്നതെങ്കിൽ ഇത് അളവ് നോക്കുമ്പോൾ എത്രയായിരിക്കും വരിക, 6ഉം 4ഉം ആയിരിക്കും. അപ്പൊ ഇതിന്റെ റേഷ്യോ എന്താ, 6:4 ആണ്. 3:2 അല്ലേ, ഇവിടുത്തെ റേഷ്യോ എന്തായിരിക്കും, 3:2 ആണ്. അപ്പൊ നിങ്ങൾ കുറെ ചിത്രങ്ങൾ വരച്ചു നോക്കുക, പാരലൽസ് വരയ്ക്കുക, കട്ട് ചെയ്യുക, മെഷർമെന്റ് അളന്ന് നോക്കിയിട്ട് അതിന്റെ റേഷ്യോ കണ്ടുപിടിച്ചേക്കുക. അപ്പൊ ഇവിടെയുള്ള റേഷ്യോ കണ്ടുപിടിച്ചാലും അത് ഷോർട്ടാക്കി ചെയ്യുമ്പോൾ, അതായത് സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റുമ്പോൾ രണ്ടിന്റെ റേഷ്യോ ഈക്വൽ ആയിരിക്കും. അതിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കുന്ന എന്താ, 3 or more parallel lines, 3 ആയിക്കോളുന്നില്ല, 3 or more parallel lines cut any 2 lines, cut 2 any lines in the same ratio. ഈ എക്സാമ്പിളിന് നിങ്ങൾക്ക് മനസ്സിലായത് ഇതിന്റെ 2:2 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും, 2:2 എന്ന് പറഞ്ഞാൽ 1:1 ആണ്. അപ്പൊ ഇവിടെ 1:1 തന്നെയായിരിക്കും വരിക. അതായത് ഡിവൈഡ് ചെയ്യുക. അപ്പൊ ആദ്യത്തെ 2:2 ആണ്. അപ്പൊ ക്യാൻസൽ ചെയ്യുമ്പോൾ 1:1. ഇവിടെ ഞാൻ എഴുതിയിരുന്നത് 2:3ഉം 2:3 ആണ്. അത് ക്യാൻസൽ ചെയ്ത് എഴുതുമ്പോൾ എന്താ, 1:1 വരും. അതായത് എങ്ങനെ ചെയ്താലും നിങ്ങളുടെ റേഷ്യോസ് എന്തായി മാറും, സിംപ്ലസ്റ്റ് ഫോമിലാക്കി കഴിഞ്ഞാൽ രണ്ടിന്റെ റേഷ്യോ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇത് പഠിച്ചു വെക്കാം. എന്താ പറഞ്ഞത്, 3 or more parallel lines cut any 2 lines in the same ratio. ഇപ്പൊ ഞാനിവിടെ 5ഉം 10ഉം എടുക്കും. അപ്പൊ അത് ചെയ്താൽ എത്ര വരും, 5ഉം 10 ആണ് ചെയ്താൽ ക്യാൻസൽ ചെയ്താൽ കിട്ടും, 1:2 കിട്ടും. അപ്പൊ ഇവിടെയുള്ള ആൻസേഴ്സും അതുപോലെ തന്നെ ആയിരിക്കും. അളന്ന് നോക്കുമ്പോൾ ചിലപ്പം ഒരു 6.6 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും, 12 ആയിരിക്കും വരും. ഈ ലെങ്ത് 6 ആണെങ്കിൽ ഇവിടെ ലെങ്ത് എന്തായിരിക്കും, 12 ആയിരിക്കും. അളന്ന് നോക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഒന്ന് 6 ആണ്, രണ്ട് ഡബിൾ ആയി 1:2. കാരണം എന്താ, റേഷ്യോ 1:2 ആണ്. അപ്പൊ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ തരും ഇവിടെ 3:2 ആണെങ്കിൽ ഇവിടെ 4 ആണെങ്കിൽ ഇതെന്തായിരിക്കും. അപ്പൊ നിങ്ങൾക്കറിയാം 3:2 റേഷ്യോ വരുന്നത്. അപ്പൊ ഇവിടെ 4 കിട്ടണമെങ്കിൽ 2നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്, 2. അപ്പൊ 3നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാൻ പറ്റും.
അപ്പൊ നിങ്ങൾക്ക് ഇനി ഞാൻ വേറെ നമ്പർ തരാം. ഇവിടെ 8 ആണ് വന്നു വെച്ചാൽ ഈ മെഷർമെന്റ് എന്തായിരിക്കും? 2നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് 8 വന്നത്? 4 ആണ്. അപ്പൊ 3 × 4 എത്രയായിരിക്കും? 12 ആയിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മെഷർമെന്റ് മാറ്റി ചെയ്ത് പഠിക്കാം. ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഇവിടെ 3:2 ആണെങ്കിൽ ഈ റേഷ്യോ 8 ആണെങ്കിൽ അടുത്ത റേഷ്യോ എത്രയായിരിക്കും? അടുത്ത ഡിസ്റ്റൻസ് എത്രയായിരിക്കും? അതായത് റേഷ്യോസ് ഈക്വൽ ആണെന്നുള്ള കൺസെപ്റ്റ് എടുക്കുക ചെയ്യാം. 3:2 ഈക്വൽ ടു 8:x എടുക്കാം. അപ്പൊ അവിടെ അറിയില്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യാം. 3:2 ഇതിന്റെ റേഷ്യോ 3:2 ആണെങ്കിൽ അതേമാതിരി ഇതിന്റെ റേഷ്യോ എന്തായിരിക്കും? x:8 ആണ്. രണ്ടിന്റെ റേഷ്യോ ഈക്വൽ ആണ്. ഇനി നിങ്ങൾ പഠിച്ചതാണ് ഏരിയ എന്ന ചാപ്റ്ററില്. റേഷ്യോ കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യും. 3/2 എഴുതും. അതുപോലെ റേഷ്യോ കണ്ടാൽ x/8 എഴുതണം. ഇനി x അല്ലേ കാണേണ്ടത്? ക്രോസ് ആയിട്ട് ചെയ്യും. x × 2 2x, 3 × 8 അവിടെ എഴുതി വെക്കാം. അപ്പൊ x എന്തായിരിക്കും? 3 × 8/2 × 2 എന്നുള്ള ഇങ്ങോട്ട് വരുമ്പോ എന്താ വരിക? /2 എന്നാണ്. ക്യാൻസൽ ചെയ്താൽ എന്ത് വരും? 12. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഇവിടെ എന്തായിരുന്നു എഴുതിയത്? 12. അപ്പൊ ഇങ്ങനത്തെ ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സാമിന് വരാറുണ്ട്, ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാകാറില്ല. ഇവിടെ 1:2 ആണെങ്കിൽ ഇവിടെ അറിയില്ല. ഇവിടെ ഒരു 4 ആണെങ്കിൽ എന്തായിരിക്കും റേഷ്യോ? അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പൊ എക്സാം ഒന്ന് പറഞ്ഞു നോക്കൂ നിങ്ങൾ. ഞാൻ വേറൊരു നമ്പർ പറയാം. 2:1. അപ്പൊ ഞാനിവിടെ ഇട്ടു 6 ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ റേഷ്യോ കാണാൻ എന്ത് ചെയ്യണം? ഒന്ന് എളുപ്പ വഴി. 2നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 6 കിട്ടുക? 3 കൊണ്ട്. അപ്പൊ ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അല്ലെങ്കിൽ ഇതുപോലെ ചെയ്യാം. 2:1 ഈക്വൽ ടു 6:x എടുക്കുക. ഇതേമാതിരി ഇങ്ങനെ ചെയ്തു പോവാം. എങ്ങനെയായിരിക്കും വരെ ഒന്ന് പറഞ്ഞു നോക്കൂ. 2:1. അപ്പൊ ഇവിടുത്തെ റേഷ്യോ എന്തായിരിക്കും വരിക? 6:2 അറിയില്ല. അപ്പൊ x ഉണ്ട്. റേഷ്യോ കണ്ട അപ്പൊ നിങ്ങളിവിടെ എന്താക്കി മാറ്റാൻ പറഞ്ഞു? ഫ്രാക്ഷൻ ആക്കി മാറ്റാൻ പറഞ്ഞു. 6/x. x കാണാൻ ക്രോസ് ആയിട്ട് ചെയ്യാം. 2x ഈക്വൽ ടു 6. അപ്പൊ x ഈക്വൽ ടു എന്താ? 6/2. എത്ര വരും? 3. അതിന്റെ ഞാൻ നേരത്തെ പറഞ്ഞത് 2നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 6 കിട്ടുക? 3. അപ്പൊ ഇവിടെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 3. ഏതെങ്കിലും നിങ്ങളുടേതായ ഐഡിയ ഉപയോഗിച്ച് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. സിമ്പിൾ ആയിട്ട് ചെയ്താൽ മതി. അപ്പം ഇതാണ് നിങ്ങൾക്ക് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ഈ ചാപ്റ്ററിൽ. 2 or more parallel lines cut any 2 lines, 2 or more lines or 3 or more lines. ഇനി ഒരു ലൈൻ കൂടെ വരാം. ആ ലൈനിന്റെ റേഷ്യോ ഈ ലൈൻ റേഷ്യോസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇപ്പൊ എക്സാമ്പിൾ ഒന്ന് പറഞ്ഞോളൂ. നമുക്ക് 1:2:3 ആണ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനെ കണ്ടുപിടിക്കും? അപ്പൊ നിങ്ങൾ പറഞ്ഞു റേഷ്യോ സെയിം ആവുകയാണെങ്കിൽ 1:2:3 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? 2:x:6 ആയിരിക്കും. അല്ലെങ്കിൽ ഇതേമാതിരി ചെയ്യും. 1 എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുക? 2. അപ്പൊ 2നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 2 കൊണ്ട്. അപ്പൊ 4 ആയിരിക്കും. 3നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 6 20 ആയിരിക്കും. അപ്പൊ അങ്ങനെ ചെയ്തിട്ട് റേഷ്യോ കണ്ടുപിടിക്കാം. 3 ആകുമ്പോൾ അതാണ് ഈസി. മറ്റേ ശരിയാകുമ്പോൾ ഇത് 2 എടുത്തിട്ട് ചെയ്യാം. ഇത് വേണമെന്നില്ല, മൂന്നാമത്തെ വേണമെന്നില്ല. 1:2 = 2:x അത് വെച്ചിട്ട് ചെയ്യും. അപ്പൊ എന്താണ് പഠിക്കാനുള്ള പോയിന്റ്? 2 or more parallel lines cut any 2 lines in the same ratio. എന്താണ് പഠിച്ചത്? 3 or more parallel lines, 3 ആവാം or more parallel lines cut by 2 lines are in the same ratio. ഇപ്പൊ എക്സാമ്പിൾ ഞാൻ ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് A, B, C, ഇവിടെ റേഷ്യോ P, Q, R ആണെങ്കിൽ ഒന്ന് പറഞ്ഞു നോക്കുക. A:2, B:2C = P:2Q:R. ഇതാണ് നിങ്ങൾ പഠിച്ചത്. പോയിന്റ് ഷോർട്ട് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ 3 or more lines, parallel lines cut by 2 lines in the same ratio.
A is to B is to C എന്തിന് ഈക്വൽ ആയിരിക്കും? P is to Q is to R ന് ഈക്വൽ ആയിരിക്കും. A is to B is to C എന്തിന് ഈക്വൽ ആയിരിക്കും? P is to Q is to R ന് ഈക്വൽ ആയിരിക്കും. ഈ പോയിന്റ് ആണ് നിങ്ങൾ പഠിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ 1:2:3 ആണെങ്കിൽ അതിനനുസരിച്ച് ഇവിടെയും റേഷ്യോ നമ്മളിപ്പോൾ ചെയ്തത് എന്തായിരുന്നു? 2:4:6 ആയിരിക്കും. അതായത് ഇവിടെ 2ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ഇവിടെ 3 ആണ് മൾട്ടിപ്പിൾ ചെയ്യുന്നത് വെച്ചാൽ 1:2:3 ആണ്. 3 കൊണ്ടാണെങ്കിൽ 3, 6, 9 ആയിരിക്കും. അപ്പൊ ആ റേഷ്യോയിലായിരിക്കും എന്ത് വരിക? അത് കറക്റ്റ് തന്നെ വന്നോളുന്നില്ല, ഡെസിമലിലും വരാം കേട്ടോ. അപ്പം നിങ്ങൾ പഠിക്കേണ്ടത് 3 or more parallel lines, അതായത് 3 മൂന്നിൽ കൂടുതൽ ലൈൻസിന് 2 ലൈൻ കട്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ റേഷ്യോ എന്തായിരിക്കും? സെയിം ആയിരിക്കും.